സുധ ഓഫീസിലേക്കല്ലേ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സർ, ഞാൻ ബസ്സിൽ വന്നോളാം. അതെന്തിന്? നമ്മൾ രണ്ടുപേരും ഒരേ വഴിക്ക്. ശരിയാണ്, പക്ഷേ നമ്മൾ തനിച്ച് യാത്ര ചെയ്യുന്നതല്ലേ ശരി? അതെ, അതാണ് ശരി. ഹലോ സർ. യെസ് സർ. ഓക്കെ സർ. ഓക്കെ സർ. താങ്ക് യു. ഇന്ന് ലേറ്റ് ആണല്ലോ സുധാമേ? കുറച്ച് ലേറ്റായി. ഗോപി സാർ അന്വേഷിച്ചു. അങ്ങോട്ട് ചെല്ലു. സാറ് കാണുന്ന മാതിരിയൊന്നും അല്ല. ദേഷ്യം വന്നാൽ ആളാകെ മാറും. ലേറ്റായി വരുന്നത് സാറിന് തീരെ ഇഷ്ടമല്ല. വേഗം ചെല്ലു. സർ ക്ഷമിക്കണം, ലേറ്റ് ആയിപ്പോയി. ഒരു ബസ് നിർത്താതെ പോയി, അതുകൊണ്ടാ. ഇനി വൈകി വരില്ല സർ. സുധയാണോ വൈകിയത് അതോ ഞാനോ? ഇരിക്കൂ. മെസ്സേഴ്സ് വില്യം കൊഡാക് ആൻഡ് സൺസ്, ജൻപത്ത് റോഡ്, ബോംബെ 33. ഡിയർ സേഴ്സ്. May we come in, sir? Yes, come in. നമസ്കാരം സർ. എന്താ ജാഥയായി എല്ലാരും കൂടി? പണിമുടക്കോ പ്രതിഷേധമോ മറ്റോ ആണോ? അയ്യോ, സാറുള്ളടുത്ത് പണിമുടക്കും. സാറ് പണിമുടക്കിയാലും ഞങ്ങൾ പണിമുടക്കിയല്ല. സാർ, എല്ലാ വർഷവും ഇവിടുന്ന് എല്ലാവരും പിക്നിക്കിന് പോകാറുണ്ടല്ലോ. ഇപ്രാവശ്യം നെയ്യാർ ഡാമിൽ പോകാനാണ് പ്ലാൻ. നല്ല കാര്യം. എന്നാണ്? നാളെയാകുമ്പോൾ എല്ലാവർക്കും സൗകര്യമായിരിക്കും. ശരി, നാളെ തന്നെ ആകട്ടെ. അപ്പൊ എനിക്ക് സൗകര്യമായിരിക്കും. എല്ലാവരും ഫാമിലിയായി പോകുന്നല്ലേ, അപ്പോ ശമ്പളത്തിൽ നിന്നൊരു അഡ്വാൻസ്. അതൊക്കെ മിസ്റ്റർ രാജൻ തന്നെ ഏറ്റെടുത്തോളൂ. അഡ്വാൻസ് എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുത്തേക്കൂ. ശരി ശരി സർ. സുധയും കൂടി വരണം. വരാം സർ. മിസ്റ്റർ മോഹനെയും കൊണ്ടുവരണം. എനിക്ക് പരിചയപ്പെടാമല്ലോ. കൊണ്ടുവരാം സർ. ഞാൻ വരില്ല. ഒന്നുമില്ലെങ്കിലും നിങ്ങളാണ് എന്റെ ഭർത്താവെന്ന് അവർക്ക് എന്നെ കാണുമെങ്കിലും ചെയ്യട്ടെ. നിന്റെ ഭർത്താവെന്ന നിലയിൽ എന്നെ ഇനി ആരും കാണണ്ട. ഒരിക്കൽ വിവാഹപ്പന്തൽ വെച്ച് കാണേണ്ടവരൊക്കെ കണ്ടല്ലോ, അത് തന്നെ ധാരാളം മതി. എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഞാൻ എന്ത് കുറ്റം ചെയ്തു? സ്വയം ചോദിച്ചു നോക്ക്, അപ്പൊ മനസ്സിലാവും. മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. എന്നാ മനസ്സിലാക്കണ്ട. എന്താ സുധയെ തനിച്ച്? ഒന്നുമില്ല. ഇരിക്കൂ. മിസ്റ്റർ മോഹൻ വന്നില്ലേ? ഇല്ല. എന്തു പറ്റി? സുധയുടെ കുടുംബജീവിതത്തെപ്പറ്റി ഞാൻ ചോദിക്കുമ്പോഴെല്ലാം സുധ ഒഴിഞ്ഞു മാറുന്നു. എന്തൊക്കെയോയിൽ നിന്നും മറയ്ക്കാൻ ശ്രമിക്കുന്ന പോലെ. സുധയുടെ കഥ കേൾക്കാൻ എനിക്ക് അവകാശമില്ലെന്നറിയാം, പക്ഷേ ആഗ്രഹമുണ്ട്. സുധയുടെ വേദനയെങ്കിലും പങ്കിടാൻ കഴിഞ്ഞാൽ അതെനിക്കൊരു ആശ്വാസമായിരിക്കും. എന്റെ ദുഃഖം ഞാൻ സാറിന് കൂടി പങ്കിടണോ? എനിക്കതിഷ്ടമാണ്. എങ്കിൽ പറയാം. അമ്മാവിന്റെയും അമ്മാവിയുടെയും ആഗ്രഹവും നിർബന്ധവുമാണ് ഞാൻ മോഹൻ ചേട്ടനെ വിവാഹം കഴിക്കണമെന്ന്. അദ്ദേഹത്തിന് എന്നെ വലിയ കാര്യമായിരുന്നു. ഒടുവിൽ എല്ലാ ആഗ്രഹങ്ങളും ഒതുക്കി വെച്ച് ഞാൻ വിവാഹത്തിന് തയ്യാറായി. ആഘോഷപൂർവ്വം വിവാഹം കഴിഞ്ഞു.
ആദ്യ രാത്രിയിൽ നാളെ കാലത്ത് വരാൻ പറയൂ. അയാൾ പോകുന്നില്ല. എന്തോ അത്യാവശ്യ കാര്യമാണ്, കണ്ടേ മതിയാവൂന്ന് പറയുന്നു. സുധേ, ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. പാല് കുടിച്ചില്ലല്ലോ, തണുത്തു പോവും. പാല് തണുത്താലും കുടിക്കാം, പക്ഷെ ഇത് ചീത്തയായി പോയി. ചീത്തയായ പാല് ഞാൻ കുടിക്കാറില്ല. ചേട്ടാ, എന്താ എന്തുണ്ടായി? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ആ ചോദ്യം പലതവണ ഞാൻ ചോദിച്ചു. ഇന്നേ വരെ മോഹൻ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. സുധേ, നമ്മുടെ പഴയ പ്രേമബന്ധമായിരിക്കുമോ അതിന് കാരണം? എനിക്കറിഞ്ഞൂടാ. ആയിരിക്കാം, അല്ലായിരിക്കാം. എങ്കിൽ കുറ്റക്കാരൻ ഞാനാണല്ലോ. അല്ല, നമ്മൾ എന്ത് കുറ്റം ചെയ്തു? തമ്മിൽ കണ്ടു, പ്രേമിച്ചു. അതിൽ കവിഞ്ഞ് ഒന്നും ഉണ്ടായില്ലല്ലോ. പ്രേമം കുറ്റമാണോ സർ? ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതൊക്കെ പോട്ടെ, സാറിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഇനിയും എന്നെ സാറെന്ന് വിളിക്കണം. അതാണ് സൗകര്യം. പിന്നെ ശരി, സുധയുടെ ഇഷ്ടം പോലെ വിളിച്ചോളൂ. സാർ ഭാര്യയെ കൊണ്ടുവന്നില്ലല്ലോ. വിവാഹം കഴിച്ചില്ലേ? കഴിച്ചു. ഭാര്യ എവിടെയാണ്? എവിടെയോ ആണ്. അതെന്താ സാർ അങ്ങനെ? എന്താ പങ്കമ്പിള്ളേ, പോകാമോ? ജീവിതം മുഴുവൻ ഇങ്ങനെ ഇരിക്കാൻ സാധിച്ചാൽ? അയ്യോ, അത് വേണ്ട. ഇങ്ങനെ ജീവിതം മുഴുവൻ ഇരുന്നാൽ ചിതലരിക്കില്ലേ? നിന്റെ ഒരു കുറുമ്പ്. അയ്യോ, ഞാൻ പോട്ടെ, ചേട്ടൻ വരാറായി. എപ്പോ നോക്കിയാലും നിന്റെ ഒരു ചേട്ടൻ. അയ്യോ, റെഡിച്ചതാണ് സാറേ, വല്ലതും തരണേ. എടോ, തനിക്ക് ഈ കളിപ്പിൽ നിർത്തിയിട്ട് എന്തെങ്കിലും ജോലി ചെയ്തൂടെ? എന്തു ജോലി സാറേ? സാറിന് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരാം, ഞാൻ ചെയ്യാം. താൻ പോയി അന്വേഷിക്കണം. എവിടെ നിന്ന് അന്വേഷിക്കാനാ സാറേ? സാറിനറിയാമോ, ഞാൻ പ്രീ ഡിഗ്രി വരെ പഠിച്ചവൻ. തൊഴിൽ അന്വേഷിക്കാൻ ഇനി സ്ഥലമില്ല. എനിക്കും ജീവിക്കണ്ടേ സാറേ? അതുകൊണ്ടാ ഈ തൊഴിൽ. ഈ തൊഴിലുകൊണ്ട് എത്ര പേര് ജീവിക്കുന്നു സാറിനറിയാമോ? എടോ, ഇതൊരു തൊഴിലാണോടോ? തെണ്ടല്. പിന്നെ
അന്തസ്സായ തൊഴിലല്ലേ സാറേ? ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ എല്ലാവരും തെണ്ടികൾ തന്നെ. സാറ് തുട്ടുപെട്ട് ചായ കുടിച്ചിട്ട് ഒരുപാട് നേരമായി. ആ, ഞാൻ പോട്ടെ സാർ, പിന്നെ കാണാം. ഇങ്ങനെ ഒരു സൃഷ്ടി. ലതേ, നീ നേരത്തെ വന്നു. അതെ ചേട്ടാ. ആ കാപ്പി കൊണ്ടുവരട്ടെ? വേണ്ട, നീ കഴിച്ചോളൂ. ഉം. ഉം, ഉം. വല്ലതും തരടേ, ഒന്ന് ദയ വിചാരിക്കടേ. എണീറ്റ് നടക്കാൻ വയ്യാത്തവരാണ്, എന്തെങ്കിലും